പറ്റിട്ട് വന്നിട്ട് ഇപ്പോൾ സദ്യ നമ്മളപ്പോൾ ഈ ലൈഫ് ഇപ്പോൾ ആംബുലൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും. സദ്യ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് എപ്പോഴും ഓട്ടം വരും എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതിനനുസരിച്ച് പരിമിതി ഉണ്ടല്ലോ. ഹലോ, ഹായ്. ഏതുവരെയാണോ പരിപാടികളൊക്കെ? ഓണപ്പരിപാടികളൊക്കെ നമ്മൾ പോയോണ്ടിരിക്കുന്നു. അതെ, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അടിപൊളിയായി പോകുന്നു. എന്താ പേര്? പ്രണവ്. പ്രണവ് അല്ലേ? വീട് എവിടെയാണ്? വീട് മലപ്പുറം പൊന്നാനി. മലപ്പുറത്താണ്. ഓക്കെ, ഏട്ടന് ഓണത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ എന്താ പറയാനുള്ളത്? അതായത് കുട്ടിക്കാലത്തെ ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കുട്ടിക്കാലത്തെ ഓർമ്മകൾ പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ പൂ പറിക്കാൻ പോക്കും പൂക്കളിടലും ആ വൈബൊക്കെ ആയിരുന്നു. ഇപ്പം ഇല്ലല്ലോ. ഇപ്പം എല്ലാവരും ഇപ്പോൾ ഇതേപോലെ ഒരു മറ്റേ 100 രൂപയുടെ പൂ മേടിക്കുക ഇടുക അങ്ങനത്തെ ഉള്ളൂ. പിന്നെ പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ മറ്റേ കൊട്ട ഇടില്ലേ, എന്താ പറയുക, പൂക്കൊട്ട ചെറുത്, അതൊക്കെ മേടിച്ച് നമ്മൾ തുമ്പപ്പൂ മറ്റേ പൂവൊക്കെ പറിക്കുക. അതൊക്കെ ഭയങ്കര ഓർമ്മകളായിരുന്നു. അതൊന്നും പക്ഷേ ഇപ്പം ഇല്ലല്ലോ. ആൾക്കാർ നാടോടുമ്പോൾ നടന്നോടും നടുവ് ഓടണം, നടുവേ ഓടണം പറഞ്ഞ പോലെയാണല്ലോ ഇപ്പോൾ. പൂക്കളൊക്കെ ഇടലുണ്ടോ ഇപ്പോൾ? ഇപ്പൊ ഒന്നുമില്ല. എൻ്റെ വീട് മലപ്പുറം ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതായതുകൊണ്ട് ഇപ്പോൾ പൂക്കളുള്ള സെറ്റപ്പൊന്നുമില്ല. ഓണക്കളികൾ കളിക്കലുണ്ടോ? ഓണക്കളികൾ കളിക്കാറില്ല. ഇല്ല ഇല്ലില്ല. അങ്ങനെ എന്നാ ഓണസദ്യ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? സദ്യനെ പറ്റിട്ട് വന്നിട്ട് ഇപ്പോൾ സദ്യ നമ്മളപ്പോൾ ഈ ലൈഫ് ഇപ്പോൾ ആംബുലൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും. സദ്യ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് എപ്പോഴും ഓട്ടം വരും എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതിനനുസരിച്ച് ഒരു പരിമിതി ഉണ്ട് എല്ലാത്തിനും. അപ്പൊ നമുക്കൊരു ഓണപ്പാട്ട് പാടിയാലോ? അയ്യോ, ഓണപ്പാട്ട് പാട്ട് അറിയില്ല. ഓണപ്പാട്ട് ഒന്നും അറിയില്ല? അല്ലേ, പാട്ട് പാടാൻ അറിയില്ല. അർജന്റാണോ? കോൾ അർജന്റാണോ? അർജന്റ് കോളല്ല. അതെ. അപ്പൊ ഓണപ്പാട്ട് ഒന്നും ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല? ട്രൈ ചെയ്യാൻ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. എനിക്ക് ആകാരം കണ്ടുപിടിക്കാനാ. മിമിക്രി അറിയില്ലേ? മിമിക്രി അറിയില്ല, സത്യമായിട്ടും ഇല്ല അറിയില്ല. ആരെയും മമ്മൂട്ടിനെ ഒക്കെ ഡബ് ചെയ്യാൻ പറ്റുമോ? അയ്യേ, പറ്റില്ല. അതെയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓണറിലിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിന് ഉത്തരം കിട്ടുമോ നോക്കണം. ഓണപ്പൂവ് എന്നറിയപ്പെടുന്ന പൂവ് ഏതാണെന്ന് അറിയോ? തുമ്പപ്പൂവ്. തുമ്പപ്പൂ കറക്റ്റ് ആണ്. അതെ, സമ്മാനം ഉണ്ട്. കറക്റ്റ് ആക്കുകയാണെങ്കിൽ സമ്മാനം ഉണ്ട്. അതുപോലെ ഓണത്തിന് നമ്മൾ മണ്ണ് കൊണ്ടൊരു രൂപം ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കും. ആ രൂപത്തിന്റെ പേരറിയോ? ഏതാ? ഞങ്ങളവിടെ തൃക്കാനത്തപ്പൻ എന്നാ പറയാ. കേക്കല്ലേ? കറക്റ്റ്. തൃക്കാരത്തപ്പൻ. തൃക്കാരത്തപ്പനാണ്. ഓക്കെ. അതെ അതെ, ശരിയാണ്. പിന്നെ ഒന്നാം ഓണം ഏത് നാളിൽ ആഘോഷിക്കാൻ അറിയോ? ഒന്നാം ഓണം നാളോ? മറ്റേത് ഉത്രാടത്തില് അല്ലേ? അത്തം തൊട്ട് തിരുവോണം വരെയുള്ള നാളുകളൊന്ന് പറയാൻ പറ്റുമോ? അതറിയില്ല. ഒന്ന് ട്രൈ ചെയ്തോ. ഇല്ല, എനിക്കറിയാത്ത ട്രൈ ചെയ്ത് കാര്യമില്ലല്ലോ, അറിയില്ല. അത്തം ചിത്തിര ഒന്ന് പറയാം. തെറ്റും തരും. വേണ്ട വേണ്ട. ആണോ? തീരെ കിട്ടുണ്ടാവില്ല. അറിയാൻ തെറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും 3 ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എണ്ണ സമ്മാനം ഉണ്ട്. ഇത് അത് തുറന്നു നോക്കിയാൽ മനസ്സിലാവും. ഹാപ്പിയാണോ? ഓക്കെ, ശരി.